നമസ്കാരം, സുന്ദാസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ, എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം. സുന്ദാസ് ബ്ലോഗ്സിൽ സാധാരണഗതിയിൽ കുക്കിംഗ് വീഡിയോസ്, ഡാൻസിങ് വീഡിയോസ് ഒക്കെ ആയിട്ടാണ് ഞാൻ വരാറ്. പക്ഷേ എൻ്റെ തികച്ചും വ്യത്യസ്തമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഒരു കവിതയായിട്ടാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ, ഞാനൊരു കവയിത്രിയല്ല, കലാകാരിയല്ല, ഞാൻ തികച്ചും ഒരു വീട്ടമ്മയാണ്, ഒരു ഗായികയുമല്ല. അപ്പം നമ്മൾ ഓരോ മനുഷ്യർക്കും ജീവിതത്തിൽ പലതരത്തിൽപ്പെട്ട പ്രതിസന്ധികളുണ്ടാകും. അത് വലിയവനോ ചെറിയവനോ പണക്കാരനോ പാവപ്പെട്ടവനോ ആരും ആയിക്കോട്ടെ, ഏത് മനുഷ്യർക്കും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകും. ഈ പ്രതിസന്ധിയിൽ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു, ഇനി മുന്നോട്ടുള്ള പാത അതെങ്ങനെയാണ്, മുന്നോട്ട് എന്ത് ചെയ്യും എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, നമ്മൾ മുന്നോട്ട് പോകുന്ന ജീവിത വഴിയിൽ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഒരു ചെറിയൊരു വെളിച്ചം, അല്ലെങ്കിൽ ഒരു കച്ചിത്തുരുമ്പ്, പ്രതീക്ഷയുടെ ഒരു വെട്ടം തെളിഞ്ഞെങ്കിലും നമ്മൾ ഓരോ മനുഷ്യരും ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയുടെ ഒരു ആശയത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാനിവിടെ ഒരു കവിത നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിലെന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ കവയിത്രിയല്ല, ഞാനൊരു എഴുത്തുകാരിയല്ല. എനിക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ കലാകാരന്മാരുണ്ടാകാം, കവികളുണ്ടാകാം, എഴുത്തുകാരുണ്ടാകാം. അപ്പം നിങ്ങൾ എൻ്റെ ഈ എളിയ കവിത തെറ്റുകൾ എന്താണെന്ന് വെച്ച് ചൂണ്ടിക്കാണിക്കണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് ക്ഷമിക്കുക. അപ്പം എൻ്റെ കവിതയുടെ പേര് പ്രതീക്ഷ എന്നാണ്. ഇനി എൻ്റെ യാത്ര ഇനി എങ്ങോട്ടെന്നറിയാതെ ഉഴറുന്നു ഞാൻ ഈ പാതവക്കിൽ. ഇനി എൻ്റെ യാത്ര ഇനി എങ്ങോട്ടെന്നറിയാതെ ഉഴറുന്നു ഞാൻ ഈ പാതവക്കിൽ. അറിയില്ല ഇന്നെനിക്കറിയില്ല എൻ വഴി ഏതൊന്നു ചൊല്ലുവാനൊക്കുകില്ല. അറിയില്ല ഇന്നെനിക്കറിയില്ല എൻ വഴി ഏതെന്ന് ചൊല്ലുവാനൊക്കുകില്ല. ഇനി എൻ്റെ യാത്ര ഇനി എങ്ങോട്ടെന്നറിയാതെ ഉഴറുന്നു ഞാൻ ഈ പാതവക്കിൽ. മുൻപിലായി കാണുന്ന വീതിയിലൊക്കെയും മുൾപടർപ്പുകൾ ചുറ്റിപ്പിടിച്ചു നിൽക്കൂ. മുൻപിലായി കാണുന്ന വീതിയിലൊക്കെയും മുൾപടർപ്പുകൾ ചുറ്റിപ്പിടിച്ചു നിൽക്കൂ. പടർപ്പുകൾ വെട്ടി മുന്നേറുവാൻ ഇന്നെൻ്റെ കൈകളിൽ ആയുധമൊന്നുമില്ല. പടർപ്പുകൾ വെട്ടി മുന്നേറുവാൻ ഇന്നെൻ്റെ കൈകളിൽ ആയുധമൊന്നുമില്ല. ഇനി എൻ്റെ യാത്ര ഇനി എങ്ങോട്ടെന്നറിയാതെ ഉഴറുന്നു ഞാൻ ഈ പാതവക്കിൽ. ആത്മധൈര്യത്തിൻ്റെ ആയുധം കൊണ്ട് പടർപ്പുകൾ വെട്ടി മുന്നേറിയിട്ടും, ആത്മധൈര്യത്തിൻ്റെ ആയുധം കൊണ്ട് പടർപ്പുകൾ വെട്ടി മുന്നേറിയിട്ടും, ഇനി എൻ്റെ യാത്ര ഇനി എങ്ങോട്ടെന്നറിയാതെ ഉഴറുന്നു ഞാൻ ഈ പാതവക്കിൽ. മുൻപിലായി കാണുന്ന വീതിയിലൊക്കെയും അന്ധകാരത്തിൻ്റെ വ്യാപ്തി മാത്രം. മുൻപിലായി കാണുന്ന വീതിയിലൊക്കെയും അന്ധകാരത്തിൻ്റെ വ്യാപ്തി മാത്രം. അന്ധകാരത്തിൻ്റെ കാഠിന്യം പോക്കുവാൻ ഒരു കുഞ്ഞു വെട്ടം തെളിഞ്ഞുവെങ്കിൽ. അന്ധകാരത്തിൻ്റെ കാഠിന്യം പോക്കുവാൻ ഒരു കുഞ്ഞു വെട്ടം തെളിഞ്ഞുവെങ്കിൽ. ഇനി എൻ്റെ യാത്ര ഇനി എങ്ങോട്ടെന്നറിയാതെ ഉഴറുന്നു ഞാൻ ഈ പാതവക്കിൽ. മോഹിച്ചു പോകുന്നു എൻ വീതിയിൽ ഒരു കുഞ്ഞു വെട്ടം തെളിഞ്ഞെങ്കിലെന്നു ഞാൻ. മോഹിച്ചു പോകുന്നു എൻ വീതിയിൽ ഒരു കുഞ്ഞു വെട്ടം തെളിഞ്ഞെങ്കിലെന്ന്. ഇതിൽ തെറ്റുകളുണ്ട്, എനിക്കറിയാം. പക്ഷെ എന്നിരുന്നെങ്കിലും നിങ്ങൾ എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ മറക്കരുത്. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഞാൻ ഈ കവിതയിൽ പറഞ്ഞതുപോലെ
അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തർക്കും പ്രതിസന്ധികൾ ഉണ്ടാകാം. ഇനിയുള്ള നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ നമ്മളുടെ സഞ്ചരിക്കുന്ന ജീവിത വീതിയിൽ ഒരു കൈത്തിരി വെട്ടം തെളിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.